ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1708 ദിവസമായ ഇന്ന് 2026 ജനുവരി മാസം 17 ശനിയാഴ്ച, 1201 ആണ്ട് മകരമാസം 3 ഗുരുവചനങ്ങളിലൂടെ. ഗൃഹങ്ങളുടെ അന്തർഭാഗം വെയിലും ശുദ്ധവായു തട്ടുന്നവയുമായിരിക്കണം. അഴുകിച്ചീഞ്ഞ സാധനങ്ങൾ കളഞ്ഞ് വീടും പരിസരവും എപ്പോഴും വൃത്തിയാക്കണം. പരിസരങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യരുത്. സന്ധ്യാകാലങ്ങളിൽ സുഗന്ധവസ്തുക്കൾ കൊണ്ട് പുകയ്ക്കണം. ഇതാണ് ഗൃഹശുദ്ധി. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവിരൽ എന്ന പുസ്തകത്തിൽ വിഗ്രഹ ഭാഷയിലെ ആരോഹണയോഗം എന്ന് വിവരിക്കുന്നതിൻ്റെ 3-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഈ പുതുക്കി വിലയിരുത്തൽ പ്രകടമായി തീരുന്നത് വിഗ്രഹങ്ങളിലൂടെയോ പ്രതീകങ്ങളിലൂടെയോ ആവാം, പ്രതിമകളിലൂടെ ആവാം, സുന്ദരമോ പ്രാകൃതമോ ആയ കലാരൂപങ്ങളിലൂടെയോ ആവാം. മൂലവിഗ്രഹം പ്രതിനിധാനം ചെയ്തിരിക്കുന്നതായി അതുവരെ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുള്ള മൂല്യങ്ങളുടെ എല്ലാം സാരസംഗ്രഹമായിരിക്കും ഈ പുതിയ ഭാവങ്ങൾ പലപ്പോഴും. എന്നിരുന്നാലും ജ്ഞാനവചസ് ഇങ്ങനെ കാലത്തെ അതിജീവിച്ച് നിലനിൽക്കുന്നതിനിടയിൽ അതിൻ്റെ ഓരോ ഘട്ടത്തിലും വിഗ്രഹരൂപത്തിൽ ആവിഷ്കൃതമായിട്ടുള്ള അതിൻ്റെ ഭാവങ്ങൾ അതാത് രൂപത്തിൻ്റെ ആരാധകർ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഏത് തരത്തിലുള്ള നവചൈതന്യം കാണുന്നുവോ അതിനിണങ്ങുന്ന തരത്തിലുള്ളതാണെന്ന് സ്വയം വിളിച്ചറിയിക്കുന്നുണ്ടാവും. തങ്ങളുടെ പൂർവകാല സ്മരണകളുടെയും സഹജമായ ഉൾക്കാഴ്ചയിലൂടെയും ആ രൂപത്തിൻ്റെ പുതിയ അർത്ഥവ്യാപ്തി ആനുഭൂതികമായി അവർ അറിയുന്നുണ്ടാവും. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജേഷ് മഹേശ്വരി.